എയ്ഡഡ് സ്കൂളുകളിലെ ഭിന്നശേഷി നിയമന തർക്കത്തിൽ ക്രൈസ്തവ മാനേജ്മെന്റുകളുമായി അനുനയം പ്രഖ്യാപിച്ച സർക്കാർ എൻ എസ് എസിന് ലഭിച്ച അനുകൂല സുപ്രീം കോടതി വിധി മറ്റ് മാനേജ്മെന്റുകൾക്കും ബാധകമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. സർക്കാർ നിലപാട് വിവിധ മാനേജ്മെന്റുകൾ സ്വാഗതം ചെയ്തു. ആദ്യഘട്ടത്തിൽ കടുത്ത നിലപാട് സ്വീകരിച്ച വിദ്യാഭ്യാസ വകുപ്പ് ഒടുവിൽ നിലപാട് മാറ്റി. മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിനു ശേഷം ക്രൈസ്തവ മാനേജ്മെന്റുകളുടെ ആവശ്യം ഭാഗികമായി സംസ്ഥാന സർക്കാർ അംഗീകരിച്ചു. എയ്ഡഡ് സ്കൂളിലെ ഭിന്നശേഷി നിയമനത്തിൽ NSS മാനേജ്മെന്റുകൾക്ക് അനുകൂലമായി ലഭിച്ച വിധി മറ്റു മാനേജ്മെന്റുകൾക്കും ബാധകമാക്കും. സർക്കാരിന് ഏകപക്ഷീയമായി നടപടി ഇപ്പോൾ സ്വീകരിക്കാൻ പറ്റില്ല. ഒരു പെറ്റീഷനിൽ സുപ്രീം കോടതി ആനുകൂല്യം നൽകിയിട്ടുണ്ട്. അത് എല്ലാവർക്കും നൽകണമെന്നാണ് സർക്കാരിൻ്റെ അഭിപ്രായം. എന്നാൽ സർക്കാർ ഇതിനായി ഉത്തരവിറക്കില്ല. പകരം ഇക്കാര്യം സുപ്രീം കോടതി അറിയിക്കും. ഗവൺമെന്റ് നിലപാടെന്താ? NSS മാനേജ്മെന്റിന് ലഭിച്ചതുപോലുള്ള ആനുകൂല്യം മറ്റു മാനേജ്മെന്റുകൾക്കും ലഭിക്കുക എന്നുള്ളതാണ് ഗവൺമെന്റ് നിലപാട്. ആ നിലപാട് കോടതിയെ അറിയിക്കും. സർക്കാർ നിലപാട് സ്വാഗതം ചെയ്ത് ജോസ് കെ മാണി. സുപ്രീം കോടതിയിൽ വരുമ്പോൾ ഇത് കൊടുക്കണം എന്ന് വാദിച്ച് ഇത് കൊടുക്കുവാനുള്ള തീരുമാനം ഇപ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനമെടുത്തത് വളരെയധികം സ്വാഗതം ചെയ്യുന്നു. സർക്കാർ തീരുമാനം വിവിധ ക്രൈസ്തവ മാനേജ്മെന്റുകളും സ്വാഗതം ചെയ്തു. വലിയ സന്തോഷം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും വിദ്യാഭ്യാസ മന്ത്രിയെയും നേരിൽ കണ്ടും ഫോണിൽ സംസാരിച്ചുമൊക്കെ ഈ വിഷയം ചർച്ച ചെയ്തപ്പോൾ നമുക്ക് ഉടനെ ഒരു പരിഹാരം ഉണ്ടാക്കാം എന്ന വലിയ ഒരു ഉറപ്പ് നൽകിയത് ഇന്നത് പ്രത്യേകമായ ഒരു പുതിയ ഘട്ടത്തിൽ ഒരു വളരെ അനുകൂലമായ നിലപാട് സർക്കാർ എടുത്തതിലുള്ള വലിയ സന്തോഷമുണ്ട്. 16-ാം തീയതി സുപ്രീം കോടതി കേസ് പരിഗണിക്കുമ്പോഴായിരിക്കും സർക്കാർ നിലപാട് കോടതി അറിയിക്കുക. തെരഞ്ഞെടുപ്പ് അടുത്ത പശ്ചാത്തലത്തിൽ കൂടിയാണ് സർക്കാർ സമവായത്തിന് തയ്യാറായത്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.